രഞ്ജുവിന് എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷേ ഒന്നിനും കഴിയുന്നില്ല. സംസാരം പുറത്തേക്ക് വരുന്നില്ല. ദൃശ്യങ്ങളിൽ ഇടതുവശം കാണുന്നതുപോലെ പൂർണ്ണ ആരോഗ്യത്തോടെ കളിച്ചുല്ലസിച്ചു നടന്നൊരു ചെറുപ്പക്കാരൻ ഇന്ന് ഒരു പുണ്യം ചെയ്ത തന്റെ ദുർവിധിയോർത്ത് ഒന്ന് കരയണമെങ്കിൽ പോലും ശരീരമാസകലമുള്ള വേദന സഹിക്കണം. സുഹൃത്തിന്റെ പിതാവിന് കരള് പകുത്തു നൽകി. പകരം പാരിതോഷികമായി കിട്ടിയത് ഈ കിടക്കയിലുള്ള വാസവും ശരീരമാസകലമുള്ള സഹിക്കാനാകാത്ത വേദനയുമാണ്. തിരുവനന്തപുരം സ്വദേശിയായ രഞ്ജു എന്ന ഒരു പഴയ മുതിർന്ന മാധ്യമപ്രവർത്തകൻ കൂടിയാണ് ഈ അവസ്ഥയിൽ ഇന്ന് ഒരു നേരത്തെ ഭക്ഷണം പോലും കൃത്യമായി ലഭിക്കാൻ കഴിയാത്ത തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് കൂടി നേരിടുന്നത്. ഇത് തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശി രഞ്ജു. കുറച്ചു കാലം മുൻപ് ഇതുപോലെ ആരോഗ്യവാനായി സന്തോഷം പങ്കുവച്ച് നടന്ന സുന്ദരനായ ഒരു മാധ്യമ പ്രവർത്തകൻ. സാധാരണക്കാരുടെ ജീവിതം റിപ്പോർട്ട് ചെയ്യാനുള്ള മനസ്സ് മാത്രമായിരുന്നില്ല രഞ്ജുവിന്. പ്രശ്നങ്ങളിൽ കഴിയുന്നവർക്ക് തനിക്ക് കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കാനും രഞ്ജുവിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. കൗമാരത്തിൽ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട രഞ്ജുവിന് സ്നേഹവും വാത്സല്യവും നൽകി കൂടെ നിന്നത് സഹോദരിമാരാണ്. എന്താണ് അവസ്ഥ? എങ്ങനെയാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ചേട്ടൻ എത്തിയത്? 2020 രഞ്ജു അവൻ്റെ സുഹൃത്തിൻ്റെ പിതാവിന് വേണ്ടി കരൾ ദാനം ചെയ്യുകയുണ്ടായി. ആ സമയത്തുണ്ടായ സർജറിക്കിടയിലുള്ള കോംപ്ലിക്കേഷൻ മൂലം സ്ട്രോക്ക് വരികയും അന്ന് തൊട്ട് ഒരേ കിടപ്പിലാവുകയും ചെയ്തു. ചേച്ചി, എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരിക്കും, എന്തുകൊണ്ട് ഈ സുഹൃത്ത് കൊടുത്തില്ല? നമ്മൾ ഈ ബ്ലഡ് ശരിയാവാത്തതുകൊണ്ടാണ്, അത് മാച്ച് ചെയ്യാത്തതുകൊണ്ട്? അതെ, ബ്ലഡ് മാച്ച് ആവാത്തതുകൊണ്ടാണ് അവൻ കൊടുക്കുന്നത്. പക്ഷേ ആ സമയത്ത് സാധാരണ ഇങ്ങനെ നമ്മൾ ഒരു ഡൊണേഷൻ നടക്കുന്ന സമയത്ത് കൊടുക്കുന്ന ആൾക്ക് അങ്ങനെ സാധാരണ പ്രശ്നങ്ങളൊന്നും വരാറില്ല. പക്ഷേ സർജറിക്കിടയിൽ ഒരുപാട് പ്രാവശ്യം BP കൂടുകയും ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടാവുകയും ചെയ്തു. പക്ഷെ അതൊന്നും അവർ നമ്മളോട് പറഞ്ഞില്ല. ആ സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടായി അല്ലേ? അപ്പോൾ ചേട്ടൻ അത് വീട്ടിൽ അറിയിച്ചില്ലേ? അറിയിച്ചില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി. BP ഒക്കെ കൂടിയാ? BP ഒക്കെ കൂടി. ഓക്കെ. അത് ആ സമയത്ത് തന്നെ വേണമെങ്കിൽ ചേട്ടന് ബ്ലീഡിങ് ഉണ്ടായിരുന്നോ? ബ്ലീഡിങ് ഉണ്ടായിരുന്നു നല്ല രീതിയിൽ. ഓക്കെ ഓക്കെ ഓക്കെ. മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടായി അല്ലേ? അവര് മര്യാദയ്ക്ക് നോക്കാത്തത് കൊണ്ടല്ലേ? ഡോക്ടേഴ്സ് ആണ് ഇതിന് ഉത്തരവാദി എന്നാണോ? അതുമായി ബന്ധപ്പെട്ട് കേസ് നടക്കുകയല്ലേ ഇപ്പോ? എന്തായാലും ഞാൻ ചേട്ടനിലേക്ക് വരാം. അതായത് ഈ സുഹൃത്തിന്റെ പിതാവിന് കരള് കൊടുക്കുന്നു. നിങ്ങൾ വീട്ടുകാരും എതിർത്തില്ല? കാരണം ചേട്ടൻ വളരെ യങ് ആയിട്ടുള്ളൊരു സമയമായിരുന്നു അല്ലേ? ആ സമയത്ത് എങ്ങനെയായിരുന്നു? ആ സമയത്ത് നല്ല ആരോഗ്യമുള്ള ഒരാളായിരുന്നു. പത്രജോലി ഇടയ്ക്ക് വെച്ച് നിർത്തി പുറത്ത് പോയി, ഗൾഫിലായിരുന്നു. അത് കഴിഞ്ഞ് ലീവിന് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ആദ്യം നമ്മൾ സമ്മതിച്ചില്ല. പിന്നെ അവരുടെ ഒരു നിർബന്ധത്തിന് വഴങ്ങിയാണ് അങ്ങനെ ചെയ്തത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വിവാഹ സ്വപ്നങ്ങളൊക്കെ കണ്ട് നടക്കുന്ന ഒരു പ്രായം കൂടെയാണ്. എന്നിട്ട് പോലും ചേട്ടൻ ഇത്രയും വലിയൊരു മനസ്സ് സത്യത്തിൽ മറ്റാർക്കെങ്കിലും ഉണ്ടാകുമോ എന്ന് പോലും നമുക്കറിയില്ല. കാരണം ബന്ധു പോലും അല്ല, രക്തബന്ധം, സ്വന്തം പിതാവല്ല, സുഹൃത്തിന്റെ പിതാവിനാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് തിരിച്ച് അതിനേക്കാൾ വലിയ പുണ്യപ്രവൃത്തിയായി ആരെന്തെങ്കിലും നടക്കുമെന്നാണ്. പക്ഷെ ചേട്ടനെ സംബന്ധിച്ച് ഇത് ആജീവനാന്തം ഒരു വലിയ വിഷമത്തിന്റെ അവസ്ഥയിൽ പോയല്ലേ? അതെ, ആജീവനാന്തം അവന് ഇനി ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് അവനൊന്നുമില്ല. കാരണം നമ്മൾ അത്രയും ബുദ്ധിമുട്ടുന്നുണ്ട് ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ. സഹോദരനാണ്. അതെ, ഭക്ഷണത്തിന് പോലും നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അവന് കൊടുക്കുന്ന ഒരു പൊടി എന്ന് പറഞ്ഞത് പെപ്റ്റാമിൻ. ഇപ്പോൾ 2 വർഷം മുന്നേ വരെ അവൻ സംസാരിക്കുമായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് വെച്ച് അവന് ന്യൂമോണിയ വന്നായിരുന്നു. അപ്പോൾ അത് വഴി ബ്രെയിനിനെ ബാധിച്ച് സംസാരിക്കാനുള്ള ശേഷിയും വിഴുങ്ങാനുള്ള ശേഷിയും നഷ്ടപ്പെട്ടു. അന്ന് തൊട്ട് നമ്മൾ പൊടിയാണ് പ്രോട്ടീൻ പൗഡറാണ് കൊടുക്കുന്നത്. പിന്നെ ഇടയ്ക്ക് പഴച്ചാറൊക്കെ കൊടുക്കും. പക്ഷേ ആ പ്രോട്ടീൻ പൗഡറിന് എന്ന് വെച്ചാൽ ഒരു ബോട്ടിലിന് 2000 രൂപയാണ് വില. നമ്മൾ ഒരു ബോട്ടിൽ പൊട്ടിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് ഒരു ദിവസത്തേക്ക് വരുള്ളൂ. ഒരു മാസം 30 പൊടി ബോട്ടിലെങ്കിലും വേണം. പിന്നെ നമ്മൾ നെസ്ലയുടെ കമ്പനിയിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് നമുക്ക് 10000 രൂപ കൊടുക്കുമ്പോൾ 6 ബോട്ടിൽ കിട്ടും. അപ്പോൾ പിന്നെ ഇടയ്ക്ക് പഴച്ചാറ എന്തെങ്കിലും കൊടുക്കും. പിന്നെ അതുപോലെ ഡെയിലി സക്ഷൻ ചെയ്യാൻ നഴ്സ് വരും. അവന് ആസ്പിറേഷൻ ന്യൂമോണിയാണ്. അപ്പോൾ തുപ്പൽ, അതായത് സലൈവ വിഴുങ്ങിയിട്ട് വീണ്ടും ന്യൂമോണിയ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വരുന്ന ഇത് സക്ഷൻ ചെയ്ത് നമ്മൾ എടുക്കണം. ഞാനും ചെയ്യാറുണ്ട്, നഴ്സുമാരും ചെയ്യാറുണ്ട് വരുന്നത്. പിന്നെ BPയും കാര്യങ്ങളെല്ലാം നോക്കണം. എല്ലാ ആഴ്ചയിലും ബ്ലഡ് ടെസ്റ്റ് നടത്തണം, യൂറിൻ ബാഗ് മാറ്റണം. ഇപ്പോൾ ഒരു ഇൻഫെക്ഷൻ കൂടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. CRP ഒക്കെ 53 പെട്ടെന്ന് യൂറിനറി ഇൻഫെക്ഷൻ വന്നു, യൂറിൻ കൂടി ബ്ലഡ് എല്ലാം വന്നു. അപ്പോൾ ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ വന്ന് ട്രിപ്പൊക്കെ ഇട്ട് BP എല്ലാം കുറഞ്ഞ്
പിന്നെ ആൻറ്റിബയോട്ടിക് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഓരോ മാസവും അല്ല ഒരാഴ്ചയിലും തന്നെ ഭീമമായൊരു എമൗണ്ട് നമുക്ക് വയ്യാതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ അത്രയും കെയർ ആയിരിക്കണം. ചിലപ്പോൾ BP കുറയും, ചിലപ്പോൾ ഷുഗർ കുറയും. അത്രയും ശ്രദ്ധയോടെ ഇരിക്കണം. അവനെന്ന് പറഞ്ഞാൽ അത്രയും നമ്മൾ ശ്രദ്ധയോടെ ഇരിക്കണം. പിന്നെ ഇടയ്ക്ക് ചരിച്ച് കിടത്തണം. ഇതുവരെ എത്ര എമൗണ്ടോളം ഇതിനു വേണ്ടി മാത്രം ചെലവായിട്ടുണ്ടാകും? ഇതുവരെ 1.5 കോടിക്ക് മേലെയായി നമുക്ക് ഇത് ചികിത്സ. കാരണം നമുക്ക് ഡെയിലി അത്രയും ചിലവുണ്ട്. ഫിസിയോതെറാപ്പി വരുന്നുണ്ട്, സ്പീച്ച് തെറാപ്പി വരുന്നുണ്ട്. അതിലാണ് ഇപ്പോൾ എത്രയെങ്കിലുമൊക്കെ സംസാരിച്ചൊക്കെ തുടങ്ങുന്നത്. എങ്ങനെയാണ് വരുമാനം? ചേട്ടൻ എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റൈഫണ്ടോ അങ്ങനെ എന്തെങ്കിലും ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇത്രയും നാൾ പോയത് സുമനസുകളുടെ സഹായം കൊണ്ടാണ്. ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും ഒരു നഷ്ടപരിഹാരം കിട്ടിയെങ്കിൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ട് വരും. നമുക്ക് ഇതുപോലെ ഇങ്ങനെ ആരുടെയും നമ്മൾ ചോദിക്കേണ്ട ഒരു സാഹചര്യം വരില്ലായിരുന്നു. ഇങ്ങനെ വീഡിയോ ചെയ്യേണ്ട ഒന്നും വരില്ലായിരുന്നു. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഒരു നന്മ ചെയ്തിട്ട് നമ്മളിങ്ങനെ കിടന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ അത് ആർക്കും ഒരു സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അവനായാലും നമുക്കായാലും. അവൻ അത്രയും ശാരീരികമായിട്ട് മാനസികമായിട്ട് അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ TV ആണ് അവൻ്റെ ലോക, സിനിമയും കണ്ടിരിക്കും. ഒരു നന്മ ചെയ്തിട്ടല്ലേ, വേറെ ഒരു തെറ്റോ ഒരു ആക്സിഡൻറ്റോ അങ്ങനെയാണെങ്കിലും നമുക്കൊന്ന് സമാധാനിക്കാം, അതാണല്ലോ എന്ന്. ഇതിപ്പോൾ ഇത്രയും ഒരു നന്മ ചെയ്തിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുമ്പോൾ ഞങ്ങളും അവനെ മുന്നോട്ട് കൊണ്ടുപോകും. അവനൊരു നേരമെങ്കിലും ആഹാരം കൊടുക്കണ്ടേ? ആകെ കൊടുക്കുന്ന പ്രോട്ടീൻ പൗഡറാണ്. അപ്പോൾ അതിന് പോലും ഗതിയില്ലാതെ വന്നാൽ പിന്നെ ദൈവമൊക്കെ പിന്നെ എന്തിനാണ്? അത്രയും അങ്ങനെയാണ് ചിന്തിച്ച് പോകുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മൾ. ചേച്ചിയും ചേച്ചിയുടെ സഹോദരിയും എഡ്യൂക്കേറ്റഡ് ആണ്. സഹോദരി ഒരു റാങ്ക് ഹോൾഡർ ആണ് ഒരു വിഷയത്തിൽ പോലും. എന്നിട്ട് പോലും ജോലിക്ക് പോകാതെ സഹോദരനെ നോക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായത്. ചേച്ചി വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് അറ്റ് ഹോമാണ്. ഞാൻ എൻ്റെ ജോലിയെല്ലാം മാറ്റി വെച്ചിട്ട്, കാരണം എപ്പോഴും 2 പേര് വേണം ഇവിടെ. അവനെ ചരിക്കാനും പിടിക്കാനും എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ആവില്ല, എപ്പോഴും വേണം. അപ്പോൾ വേറെ ആരുമില്ല. ഞങ്ങളെ കണ്ടില്ലെങ്കിൽ നമുക്കറിയാം, ഒരു നിമിഷം പോലും പുറത്തോട്ട് പോകാനോ ഒന്നിനും പറ്റില്ല. ചേച്ചിയുടെ അനിയനാണോ ചേട്ടൻ? എൻ്റെ മൂത്ത സഹോദരനാണ്. പക്ഷെ അനിയനെ പോലെയാണ്, മോനെ എന്നൊക്കെ വിളിച്ചാണ് ചേച്ചി നോക്കുന്നത്. ഞാൻ വന്നപ്പോൾ മോനെ എന്ന് വിളിക്കുന്നുണ്ട്. ആ രീതിയിലാണല്ലോ ഇപ്പം പരിചയം. അതെ, കുഞ്ഞുങ്ങളെ സ്വഭാവമാണ് ഇപ്പോൾ. ആ പഴയ മെച്യൂരിറ്റി കാര്യങ്ങളൊക്കെ പോയി, കുട്ടികളെ പോലെയാണ്. ചേട്ടന്റെ അവിടെ ഒരു ഫോട്ടോ ഇരിപ്പുണ്ടായിരുന്നു, അതായത് വളരെ സ്മാർട്ടായിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ. അത് ഇതിന് തൊട്ട് മുമ്പ് എടുത്ത ഫോട്ടോയാണ്. അപ്പോ അതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണോ ഈ സമയത്തൊക്കെ? അതിനെ നോക്കി ചിലപ്പോൾ സങ്കടം വരണം. പിന്നെ എന്തെങ്കിലും ചോദിച്ചാൽ സങ്കടം പെടും. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ചോദിക്കാറില്ല. കഴിഞ്ഞത് കഴിഞ്ഞ് ഇനി അവനെ റെഡിയാക്കി കൊണ്ടുവരിക, മുന്നോട്ട് വരിക. ഇപ്പൊ ഡോക്ടേഴ്സ് എന്താണ് നിലവിൽ പറയുന്നത്? സമയമെടുക്കും. സ്പൈനൽ സ്ട്രോക്ക് ആണ്, സമയമെടുക്കും റെഡിയാവാൻ. പതിയെ റെഡിയായി വരുള്ളൂ. അതിൻ്റെ സമയം എടുക്കും. കാരണം അതുപോലെ നമ്മൾ ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പിയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കണം. ഇപ്പം അതുപോലും മുടങ്ങിയിരിക്കുകയാണ്, എല്ലാം മുടങ്ങിയിരിക്കുകയാണ്. ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ്. അതെ അതെ. ഈ വേദന വരുമ്പോൾ നല്ല രീതിയിൽ കരയാറുണ്ടോ? കരയാറുണ്ട്. നല്ല ബഹളം വെച്ച് കരയാറുണ്ട്. കൈയൊക്കെ വേദനയാണ്, അവന് തൊടാൻ സമ്മതിക്കില്ല. അപ്പോൾ നിങ്ങളും മനോവിഷമത്തിലാവും. അതെ അതെ. പിന്നെ ആകെ ഒരു ആശ്രയം എന്ന് വെച്ചാൽ സിനിമ കാണും. വിജയുടെ സിനിമ, മോഹൻലാലിൻ്റെ, മമ്മൂട്ടിയുടെ ഒക്കെ സിനിമ കണ്ടുകൊണ്ടിരിക്കും, രജനീകാന്തിൻ്റെ. അതെപ്പോഴും കണ്ടുകൊണ്ടിരിക്കും റിപ്പീറ്റായിട്ട്. അപ്പോൾ ഒത്തിരി ഒരു സമാധാനം കിട്ടും. അപ്പോൾ അവൻ്റെ ഇഷ്ടത്തിന് വച്ചു കൊടുക്കും. പിന്നെ ഉറക്കം കുറവാണ്, വളരെ കുറവാണ്. ആ കുറേ മെഡിസിൻ പോകുന്നുണ്ട്. 10-15 മെഡിസിൻ ഒരു നേരം പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റിൽ ഉറങ്ങാനുള്ള മെഡിസിനും ഉണ്ട്. അപ്പം ഒരു 2 മണിക്കൂർ ഉറങ്ങും, പിന്നെ എണീക്കും. രാത്രിയിലും അതുപോലെ ഒരു 1:30-2 മണി വരെ. അത് കഴിയുമ്പോൾ പിന്നെ എണീക്കും. പിന്നെ അപ്പം നമ്മളും എണീക്കും, കൂടെ ഇരിക്കും. TV സിനിമ വെച്ചെടുക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കും. ഒരാൾക്ക് ചേട്ടനപ്പോൾ ഒരു നന്മ പ്രവൃത്തി ചെയ്ത അന്ന് മുതൽ നിങ്ങളുടെ കുടുംബം കണ്ണീര് കുടിക്കുകയാണല്ലേ? ഇനി അനുഭവിക്കാനായിട്ട് നമുക്ക് ജീവിതത്തിൽ ഒന്നുമില്ല. കാരണം അവനൊന്ന് റെഡിയായെങ്കിൽ നമുക്ക് ഒരു സമാധാനമായില്ലേ ഇനി. കാരണം ഒരു മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. എല്ലാവരും മുമ്പിൽ ചോദിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുമ്പോൾ അവർക്കിത് ഇത്രയും നാളായിട്ട് ഒന്നും ആയില്ല. പക്ഷെ ആ ഒരു അവസ്ഥ അനുഭവിക്കുന്നവർക്കേ മനസ്സിലാവുള്ളൂ. അത്രയും ഞങ്ങൾ കിടന്ന് വിഷമിക്കുന്നുണ്ട്. അവനെ നോക്കണം, അവനുള്ള ഫുഡ് നമ്മൾ എങ്ങനെയാണെങ്കിലും അവന് ഒരു നേരമെങ്കിലും ആഹാരം കൊണ്ട് അതിനുള്ള നിവൃത്തി നമുക്ക് ഉണ്ടാക്കണം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ റെഡിയാക്കണം. പിന്നെ വൈപ്സ്, അണ്ടർപാഡ് ഡെയിലി 2-3 അണ്ടർപാഡ് മാറ്റും. വിയർപ്പും ഒരേപോലെ ഇരിക്കുകയല്ലേ വിയർത്ത്. പിന്നെ അതുപോലെ ഷീറ്റ് ഡെയിലി 2 നേരം മാറ്റും. അത്രയും ഓരോ കാര്യത്തിലും നമ്മൾ എഫേർട്ട് എടുത്ത് നമ്മൾ മുന്നോട്ട് പോയാലേ അവന് റെഡിയായി കൊണ്ടുവരാൻ പറ്റുള്ളൂ. സാധാരണ എല്ലാവരും പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള മനസ്സുള്ളവരെ. പക്ഷെ ചേച്ചിയെ സംബന്ധിച്ച് അങ്ങനെ ഇനി ആരെങ്കിലും ഈ അവയവദാനം ചെയ്യാം, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ കരളോ എന്തെങ്കിലും പകുത്ത് നൽകാമെന്ന് പറഞ്ഞാൽ ചേച്ചി സമ്മതിക്കുമോ? എൻ്റെ വീട്ടിൽ നിന്ന് ആരും ഞാൻ സമ്മതിക്കില്ല. ബാക്കി കാരണം ഞങ്ങൾ അനുഭവിക്കാൻ ഇനി കൂടുതൽ ഒന്നും അനുഭവിക്കാനില്ല. ഇനി അതിനപ്പുറം മരണമല്ലാതെ വേറെ ഒന്നുമില്ല. അല്ലെങ്കിൽ ഞങ്ങൾ 3 പേരും കൂടെ ഞങ്ങൾ ആത്മഹത്യ ചെയ്യാതെ വേറൊരു വഴിയില്ല. പക്ഷേ ബാക്കിയുള്ളവരുടെ കാര്യം അത് അവരുടെ മനസ്സ് പോലെ ഇരിക്കും. അവർ എന്താണെന്ന് കാരണം നോക്കി കണ്ടും ചെയ്യുക. അതുപോലെ നല്ല ഹോസ്പിറ്റലുകൾ തിരഞ്ഞെടുക്കുക, അത്രയേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട കേസ് എന്തെങ്കിലും ഇതിലായോ? കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് എൻ്റെ മൂത്ത സഹോദരി. അപ്പോൾ അതിന് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതുവരെയൊന്നും ആയിട്ടില്ല. അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരാറായി, വന്നിട്ടുണ്ട്.
സത്യത്തിൽ നമുക്ക് കണ്ടു നിൽക്കുന്നവർക്ക് നിരവധി പേർ, ഒരുപക്ഷെ മലയാളികൾ ഇതിനോടകം തന്നെ നിരവധി തവണ ചർച്ച ചെയ്തൊരു വാർത്ത കൂടിയാണിത്. നിരവധി മുഖ്യധാര മാധ്യമങ്ങളിൽ തന്നെ ചേട്ടൻ ജോലി ചെയ്ത മാധ്യമങ്ങളടക്കം ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇത്രയും നാളായി ചേച്ചി പറഞ്ഞതുപോലെ ഒരു തരത്തിലുള്ള പുരോഗമനവും ചേട്ടന്റെ ആരോഗ്യത്തിലോ അതുപോലെ തന്നെ സാമ്പത്തികമായി ഓരോ നിമിഷവും അവർ സാമ്പത്തികമായി അവർക്ക് എല്ലാ തരത്തിലും അവർ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ആ ചേട്ടന്റെ ചികിത്സയ്ക്ക് ആവശ്യമായ പല കാര്യങ്ങൾ, അത് രണ്ട് സഹോദരിമാർ എന്ന് പറയുന്നത് സത്യത്തിൽ ഇവരെ അഭിനന്ദിച്ചേ മതിയാവൂ. കൈ തൊഴുത് നമ്മൾ അഭിനന്ദിക്കണം. കാരണം ഇത്രയും മനോഹരമായ ഒരു സഹോദരനെ പരിചരിക്കുന്ന, അവരുടെ ഉള്ള ജോലി പോലും കളഞ്ഞ് ഇതിനു വേണ്ടി മാത്രം നിൽക്കുന്ന രണ്ട് സഹോദരിമാരാണ്. നല്ല രീതിയിൽ വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞവരാണ്. എങ്കിലും ഉള്ള ജോലി പോലും ശ്രദ്ധിക്കാതെ, അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യം സഹോദരന് കൊടുത്തുകൊണ്ടാണ് രണ്ട് സഹോദരിമാരെ നിൽക്കുന്നത്. പക്ഷെ അവരുടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ചേട്ടന് മടങ്ങി തിരികെ വരാൻ കഴിയുമെന്ന് തന്നെയാണ് കുടുംബവും അല്ലെങ്കിൽ ആശുപത്രിയും അധികൃതരും അല്ലെങ്കിൽ ഡോക്ടേഴ്സൊക്കെ ഉറപ്പ് കൊടുക്കുന്നത്. ഇപ്പോൾ ഫിസിയോതെറാപ്പി അടക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കുടുംബം ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. ഒരു നേരത്തെ ഫുഡിനുള്ള പൊടി തന്നെ 2000 രൂപയാണ്. അപ്പോൾ അതിനനുസരിച്ച് ഒരു മാസം 60,000 രൂപയോളമാണ് ചേട്ടന്റെ ഫുഡിനുള്ള, അത് മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ കുടുംബം ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് സുമനസ്സുകളുടെ സഹായമാണ്. ഇതുവരെ ആവശ്യപ്പെട്ട തരത്തിൽ അവർക്ക് സഹായം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ ഇവർക്ക് സുമനസ്സുകളുടെ സഹായം നൽകിയേ കഴിയൂ. കാരണം ഒരു പുണ്യപ്രവൃത്തി മാത്രം ചെയ്തുകൊണ്ട്, ചേച്ചി പറഞ്ഞതുപോലെ ഒരിക്കലും ഒരു ആക്സിഡന്റ് അല്ല, ഒരിക്കലും ഒരു ഏതെങ്കിലും തരത്തിൽ അബദ്ധത്തിൽ നമ്മൾ എടുത്തുചാട്ടം കാരണം സംഭവിച്ചതുമല്ല. ഒരാൾക്ക് സഹായം ചെയ്തത് കൊണ്ട് മാത്രമുണ്ടായ, മെഡിക്കൽ നെഗ്ലിജൻസ് കൊണ്ട് മാത്രമുണ്ടായ ഒരു അവസ്ഥയാണ്. അവർക്ക് യാചിക്കാനല്ലാതെ മറ്റൊരു രീതിയിലും അവർക്ക് ജീവിക്കാൻ വഴിയില്ല എന്നുള്ളതാണ്. ഈ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. മറ്റൊരുവന് സ്വന്തം ജീവൻ മറന്ന് സഹായം ചെയ്തതുകൊണ്ട് മാത്രം ഇനിയൊരാളും കണ്ണുനീര് കുടിക്കാതിരിക്കട്ടെ. എറണാകുളത്ത് നിന്നും അനീഷ് കൃഷ്ണനോടൊപ്പം മാർലിവ വർഗീസ് പോൾ, ന്യൂസ് ടെർമിനൽ.